Good morning. Good morning, all. Okay. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ആയിരുന്നു. നമ്മൾ 6 സ്റ്റെപ്സ് ഉണ്ട് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് എന്താണ്? സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് ആണ്. നമ്മൾ ആപ്ലിക്കേഷൻ ഫോംസ് സ്ക്രീൻ ചെയ്യുന്നു. നമുക്ക് അവരുടെ എക്സ്പീരിയൻസും ബയോഡാറ്റയും എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ വേക്കൻറ്റ് പൊസിഷന് എലിജിബിൾ ആണോ അല്ലേ എന്നുള്ള കാര്യം സ്ക്രീൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഫസ്റ്റ് സ്റ്റെപ്സ് സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കേഷൻ പറയുന്നത്. സെക്കൻഡ് ടെസ്റ്റ് ആണ് സെലക്ഷൻ ടെസ്റ്റ്. നമ്മൾ ആ വ്യക്തിനെ കുറിച്ചിട്ട് പേഴ്സണാലിറ്റി, ഹോബീസ്, അതേപോലെ എക്സ്പീരിയൻസ്, ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് സെലക്ഷൻ ടെസ്റ്റ്. നമ്മളത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് കേട്ടോ. ദെൻ സെലക്ഷൻ ഇന്റർവ്യൂ ആണ്. നമ്മൾ പേഴ്സണൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാറുണ്ട്. കാൻഡിഡേറ്റ്സിൽ നിന്ന് കൂടുതലായിട്ട് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെലക്ഷൻ ഇന്റർവ്യൂ ഓർ പ്രിലിമിനറി ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ എല്ലാ ജോബിനും ഇല്ല, എന്നാൽ കുറച്ച് ജോബിനെങ്കിലും എന്തുണ്ട്, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട് ഇല്ലേ? മെഡിക്കൽ എക്സാമിനേഷനും കണ്ടക്ട് ചെയ്യാറുണ്ട്. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്സ് ആണ് റെഫറൻസ് ചെക്സ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. നമ്മൾ ഒരു സ്ഥാപനത്തിലെ ജോബിന് വേണ്ടിയിട്ട് നമ്മൾ ബയോഡാറ്റ കൊടുക്കുമ്പോൾ, റെസ്യൂമ് കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ റെഫറൻസ് ആയിട്ട് ആരെങ്കിലും വെച്ചിട്ടുണ്ടാവും. മേ ബി പ്രീവിയസ് എംപ്ലോയർ ആയിരിക്കാം, ഓർ മേ ബി അത് നമുക്ക് കൂടുതലായിട്ട് അറിയാവുന്ന സൊസൈറ്റിയിൽ അത്യാവശ്യം എന്താ പറയുക സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിയിലേക്കും റെഫറൻസ് ആയിട്ട് വെക്കാം. അപ്പൊ റെഫറൻസ് ചെക്ക് ചെയ്യും. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു, മുമ്പ് വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും. ദെൻ ലാസ്റ്റ് സ്റ്റെപ്സ് ആണ് ഹയറിംഗ് ഡിസിഷൻ. നമ്മൾ ആ ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് സിക്സ്ത് സ്റ്റെപ്പിലാണ്. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സ്റ്റെപ്സ് നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരെ ഹയർ ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. ഇതില് ഞാൻ എത്ര നേരം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഞാൻ മെഡിക്കൽ എക്സാമിനേഷൻ വരെ എടുത്തു എന്നാണ് എൻ്റെ എഴുതിയിരിക്കുന്നത്. ഫിഫ്ത്ത് പോയിന്റ് മുതൽ എടുക്കണം. ഓക്കെ, ഇത് ഫിഫ്ത്ത് പോയിന്റ് ആണ്. ഏത്? റെഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ആണ്. സെലക്ഷൻ പ്രൊസീജിയർ ഇൻക്ലൂഡ് ദിസ് സ്റ്റെപ്സ് ടു റെഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ for the purpose of revealing more information regarding the candidates. നമ്മൾ സെലക്ഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ സെലക്ഷൻ പ്രൊസീജിയറിന്റെ ഭാഗമാണ് എന്താ റെഫറൻസ് ചെക്ക് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. എന്തിനു വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഇൻഫർമേഷൻസ് ആപ്ലിക്കേഷൻ ഫോമിലും അതേപോലെ തന്നെ നമ്മുടെ CV-യിലും ഉള്ളതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഫറൻസ് ചെക്ക് ചെയ്യുന്നത്. Organization requires the candidate for more reference from who they can gain some more information. അപ്പോൾ നമ്മുടെ കാൻഡിഡേറ്റ്സിൽ നിന്ന് കിട്ടുന്നതിൽ കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് ഓർഗനൈസേഷനിൽ അക്യൂർ ചെയ്യാൻ പറ്റും. ദിസ് ഇൻഫർമേഷൻ മേ ബി കൺസേൺഡ് വിത്ത് ദെയർ ബാക്ക്ഗ്രൗണ്ട്, ക്യാരക്ടർ ഓഫ് വർക്കിംഗ്. അപ്പൊ നമുക്ക് ഈ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ടായിരിക്കും, ഓർ ആ വ്യക്തിയുടെ ക്യാരക്ടർ ആയിരിക്കും, പേഴ്സണാലിറ്റി ആയിരിക്കും, ആൻഡ് വർക്കിംഗ് എങ്ങനെയാണ് ആൾ വർക്ക് ചെയ്യാനായിട്ടുള്ളത് അതായിരിക്കും. These reference may include employer of the candidates, people from education institution of the candidate. Maybe നമ്മൾ ഇതിക്ക് മുമ്പ് എക്സ് എംപ്ലോയർ ആകാം, മുമ്പ് വർക്ക് ചെയ്തിരുന്ന എംപ്ലോയർ ആയിരിക്കും റെഫറൻസ്, ഓർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ പഠിച്ച എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ആരെങ്കിലും ആയിരിക്കും റെഫർ ചെയ്തിരിക്കുന്നത്, or some other important person who know the candidates attitudes and skill. അല്ലെങ്കിൽ ഈ കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ട് അതേപോലെ സ്കില്ലും ആറ്റിറ്റ്യൂഡും അറിയാവുന്ന വ്യക്തികളാവാം. In India, references are not supposed to much important due to their subjectivity. നമ്മൾ ഇന്ത്യയിൽ അങ്ങനെ അധികം റെഫറൻസ് ചെക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, എന്നാലും ഉണ്ട് കേട്ടോ. ബട്ട് ദേ ആർ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് വാല്യുബിൾ ഇൻഫർമേഷൻ. പക്ഷെ നമ്മൾ വാല്യുബിൾ ഇൻഫർമേഷൻ ആയിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, കണക്കാക്കുന്നുണ്ട്. വിച്ച് കനോട്ട് ബി ഒബ്റ്റെയിൻ ഫ്രം എനി അതർ സോഴ്സ്. മറ്റൊരു സോഴ്സിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യാത്ത വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് റെഫറൻസ് ചെക്കും ബാക്ക്ഗ്രൗണ്ട് ചെക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്യൂർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്സ്, നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഏത്?
hiring decision, approval by appropriate authority. നമ്മൾ ആ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന ഡിസിഷൻ ആണ് ഏത് ഹയറിംഗ് ഡിസിഷൻ ഓർ അപ്രൂവൽ ബൈ അപ്രോപ്രിയേറ്റ് കാൻഡിഡേറ്റ്. നോക്കാം. Finally, based on the above steps, the appropriate candidates are recommended for selection by the personnel department or selection committee may hold the responsibility of finalizing the candidate for the job. Okay, നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പിന്റെ ബേസിൽ നമ്മൾ ആ കാൻഡിഡേറ്റ്സിനെ റെക്കമെൻഡ് ചെയ്യാണ് സെലക്ട് ചെയ്യണോ വേണ്ടത് ബൈ ദ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഓർ സെലക്ഷൻ കമ്മിറ്റീസ് ആയിരിക്കും. അപ്പോൾ ഈ കാൻഡിഡേറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ റെസ്പോൺസിബിലിറ്റി ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജോബിന് ആക്ട് ആണെങ്കിൽ ആ ജോബ് സ്പെസിഫിക്കേഷൻ ഒക്കെ കാൻഡിഡേറ്റ് ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ കാൻഡിഡേറ്റിനെ ഫൈനൽ സെലക്ഷന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ സെലക്ട് ചെയ്യും. Sometimes the organization have their own staff to recommend the candidate for final selection by the top management. നമ്മൾ ടോപ്പ് മാനേജ്മെന്റ് ആരാ എന്ത് ചെയ്യണം ഫൈനൽ സെലക്ട് ചെയ്യണമെന്ന് നമുക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറ്റും. മേ ബി ഹയറിംഗ് ഡിസിഷൻ ആണ്. മേ ബി ഏറ്റവും ലാസ്റ്റ് സെലക്ഷൻ പ്രോസസ് ഒക്കെ കഴിയുമ്പോൾ രണ്ടുപേര് നല്ല കോമ്പിറ്റന്റ് ആയിട്ടുള്ള ടു പേഴ്സൺസ് മേ ബി എന്താണ് നമുക്ക് സെലക്ട് ചെയ്തതായിട്ട് വരാം. അല്ലെങ്കിൽ ആ സെലക്ഷൻ പ്രോസസ്സിൽ രണ്ടുപേര് ക്രൈറ്റീരിയാസ് ഒക്കെ ഫുൾഫിൽ ചെയ്ത് വരാം. ദെൻ ബാക്കിയുള്ള ഡിസിഷൻ ആരെ സെലക്ട് ചെയ്യണമെന്നുള്ളത് ആര് തീരുമാനിക്കും? ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കും തീരുമാനിക്കുന്നത്. Generally, the organization assign different authority to prove the final selection of the candidates. അപ്പോൾ ഓർഗനൈസേഷൻ ഫൈനൽ സെലക്ഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് മേ ബി വേറെ അതോറിറ്റീസിന് ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കും ചെയ്യുന്നത്. ഓൺ റിസീവിംഗ് ദ അപ്രൂവൽ, ടോപ്പ് മാനേജ്മെന്റ് കയ്യിൽ നിന്ന് നമുക്ക് അപ്രൂവൽ കിട്ടി ഇന്ന് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തോന്ന്. The candidates are told about their selection in the organization. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് അവർ പെർമിഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും കാൻഡിഡേറ്റിനോട് പറയും നിങ്ങൾ സെലക്ട് ചെയ്തു, ഓക്കെ, ആൻഡ് റിക്വസ്റ്റ് ടു റിപ്പോർട്ട് ടു ദ കൺസേൺ പേഴ്സണൽസ്. എന്നിട്ട് റിക്വസ്റ്റ് കൊടുക്കും ആർക്കൊക്കെയാണ് കൺസേൺ പേഴ്സൺസിന് നമ്മൾ ആ റിപ്പോർട്ട് കൊടുക്കുകയാണ്. ഇന്നാളെ സെലക്ട് ചെയ്തു, HR-ലേക്കായിരിക്കും ആദ്യം ആ റിപ്പോർട്ട് വരുന്നത്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും പുതുതായിട്ടൊരു എംപ്ലോയിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത് റിപ്പോർട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്സ് ആണ് ഹയറിംഗ് ഡിസിഷൻ. ഹയറിംഗ് ഡിസിഷനിൽ നമ്മൾ ഈ ബാക്കിയുള്ള 5 സ്റ്റെപ്സ് കഴിഞ്ഞു വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള കാൻഡിഡേറ്റ്സിന് ഫൈനൽ സെലക്ഷന് വേണ്ടിയിട്ട് ടോപ്പ് മാനേജ്മെന്റിലേക്ക് കൊടുക്കും. നമ്മൾ ഫയൽസും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ എന്ത് ചെയ്യും ടോപ്പ് മാനേജ്മെന്റിലേക്ക് കൊടുക്കും. അപ്പൊ അപ്രോപ്രിയേറ്റ് അതോറിറ്റി അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ടോപ്പ് മാനേജ്മെന്റ് ആണ് ഏത് കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യണം, ഫൈനൽ സെലക്ഷൻ അപ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഫൈനൽ സെലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് കാൻഡിഡേറ്റ്സിനെ അപ്രോവ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സിനോട് നമുക്ക് സെലക്ഷനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയാം, സെലക്ടഡ് ആയി എന്ന് പറയാം. ദെൻ നമ്മളുടെ ഒരു ഡ്യൂട്ടിയും കൂടെയാണ് എന്ത് ചെയ്യുക പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിന് ആ കൺസേൺ ആയിട്ട് സെലക്ഷൻ പ്രോസസ്സ് റിപ്പോർട്ട് ചെയ്യാം. ഇന്ന കാൻഡിഡേറ്റ്സിനെ ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തു ഇന്ന പോസ്റ്റിലേക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് സെലക്ഷന്റെ 5 സ്റ്റെപ്സ് ആണ് നോക്കിയത്. ഫസ്റ്റ് മുതൽ സെലക്ഷൻ പ്രോസസ്സ് മുതൽ ലാസ്റ്റിക്ക് ഞാൻ പറഞ്ഞ 6th പോയിന്റ് വരെ എല്ലാവരും ഒന്ന് റീഡ് ചെയ്തേ.
എല്ലാവരും വായിച്ചു കഴിഞ്ഞോ? ഓക്കെ കേട്ടാ. നമ്മള് സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞ് പ്രൊസീജിയർ കഴിഞ്ഞ് നമ്മൾ മൂവ് ആകുന്ന പോർഷൻ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പ്രോസസ് ആണ് എന്താ പ്രിലിമിനറി ഇന്റർവ്യൂ. ഓക്കെ, നമ്മള് ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലെ, എംപ്ലോയിനെ ഇന്റർവ്യൂ ചെയ്യും. അപ്പൊ ഫസ്റ്റ് പ്രോസസ്സാണ് സെലക്ഷന്റെ ഫസ്റ്റ് പ്രോസസ്സാണ് നമ്മൾ എന്ത് പറയുക, സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം. അവിടെ വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാം. The first steps in the process of selection is preliminary interview. After it is used the various recruitment sources and methods to recruit candidates. നമ്മൾ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്സ് ആണ് ഇത് preliminary interview എന്ന് പറയുന്നത്. A preliminary interview is brief interview in which simple questions like skill, experience and salary expectation of the candidates asked. നമ്മൾ preliminary ഇന്റർവ്യൂവിൽ ജസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്കിൽസ്, അതേപോലെ നമ്മുടെ എക്സ്പീരിയൻസ്, ഇനി സാലറി എക്സ്പെക്ടേഷൻ ഉണ്ടാവും, നിങ്ങൾ എത്രയാണ്, അത് കോമൺ ആയിട്ട് എപ്പോഴും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് സാലറി എന്നുള്ളത് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ സാലറി എക്സ്പെക്ടേഷനും ചോദിക്കാറുണ്ട്. Preliminary interview enable the organization to reject the application who are unsuitable for the job. They are either unqualified or unsuitable for the job. അപ്പൊ നമ്മൾ preliminary interview കണ്ടക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിജക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അൺസ്യൂട്ടബിൾ അല്ലെങ്കിൽ അൺക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അറ്റ് എ ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിജക്ട് ചെയ്യാനായിട്ട് പറ്റും. Okay. The organization must ensure the elimination process does not lead to unnecessary rejection or elimination of desirable candidates. Okay, നമ്മള് ഓർഗനൈസേഷൻ ഒരു കാര്യം ഉറപ്പുവരുത്തണം. കാരണം എലിമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അത് അൺനെസസറി റിജക്ഷൻ ആവാൻ പാടില്ല, വെറുതെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഒരു എലിമിനേഷൻ ഓഫ് ഡിസറബിൾ കാൻഡിഡേറ്റ്സ്, നമുക്ക് ഇഷ്ടമല്ലാത്ത കാൻഡിഡേറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യും. പേഴ്സണലി ചിലപ്പോൾ നമുക്ക് മുൻപേ അറിയാവുന്ന ഒരു കാൻഡിഡേറ്റ്സിനെയാണ് ഇന്റർവ്യൂ ബോർഡോ അല്ലെങ്കിൽ മേ ബി അദ്ദേഹം റിജക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, എന്തെങ്കിലും വൈകാരിക്കുന്നില്ല, അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ ഒരാളെ കാൻഡിഡേറ്റ്സിന് നമ്മുടെ ജോബിലേക്ക് സ്യൂട്ടബിൾ അല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റിജക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്സ് ആണ് സെലക്ഷന്റെ എന്ത് പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ റിക്രൂട്ട് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രിലിമിനറി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അവരുടെ ബേസിക് സ്കില്ലിനെ കുറിച്ചും എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടും സാലറി എക്സ്പെക്ടേഷനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ നേരിട്ട് കാൻഡിഡേറ്റ്സിനോട് എന്ത് ചെയ്യും, ചോദിച്ചു മനസ്സിലാക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് തീരുമാനിക്കണേ, കാൻഡിഡേറ്റ്സിന് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണം. നമുക്കറിയാം സെലക്ഷന്റെ പ്രോസസ് തന്നെ നെഗറ്റീവ് പ്രോസസ് ആണ്. സോ അവിടെ എന്ത് വരും, ഒരു ക്വസ്റ്റ്യൻ അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അൺക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്, അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് നമ്മൾ എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും. ഒരിക്കലും എലിമിനേറ്റ് ചെയ്യുമ്പോൾ അൺനെസസറി ആയിട്ട് നമ്മൾ ഒരാളെ റിജക്ട് ചെയ്യാനായിട്ട് പാടില്ല. ഇനി ഈ പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് ഒരു ഇന്റർവ്യൂ ആണ്. എന്ന് വെച്ചാൽ നേരിട്ട് ഇന്റർവ്യൂറും ആൻഡ് കാൻഡിഡേറ്റ്സും നേരിട്ട് സംസാരിച്ച് അവർ കാര്യങ്ങളെ എന്ത് ചെയ്യാണ്, അക്യൂർ ചെയ്യാണ്. The organization, in order to save their time, usually conduct interview over the phone where there are many applicants for a single job opening. സാധാരണ ഇപ്പൊ ഒരു ജോബ് ഓപ്പണിംഗിലേക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ടെലിഫോൺ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. നമുക്ക് ടെലിഫോൺ ഇന്റർവ്യൂ അറിയോ, കേട്ടിട്ടുണ്ടോ ടെലിഫോൺ ഇന്റർവ്യൂ എന്താന്ന്? ഓക്കെ, ജസ്റ്റ് ടെലിഫോൺ കോളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിനാണ് ടെലിഫോൺ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഒത്തിരി നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറ്, ടെലിഫോൺ ഇന്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യാറ്. Creating a video tape in which several applicants are asked the same question to answer is another technique used by recruitment agencies. ഇനി സെയിം ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ ഇന്റർവ്യൂവിനോടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ അവരോട് മേ ബി ഒരു വീഡിയോ ടേപ്പ് ക്രിയേറ്റ് ചെയ്ത് അയക്കാനായിട്ട് പറയും. ഓർ നമ്മൾ ഇപ്പൊ എന്താ പറയാ, ഓൺലൈൻ ടീച്ചിങ്ങിന്റെ കാര്യം പറയാന്ന് വിചാരിക്കും. അപ്പൊ നമ്മള് ഒത്തിരി എന്താണ് ഓൺലൈൻ മീഡിയാസിലൂടെ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് ടീച്ചിങ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ
ഞാനൊക്കെ ഇന്റർവ്യൂവിന് വന്ന സമയത്ത്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞത് ഒരു 20 minutes ടൈമുള്ള ഒരു വീഡിയോ എന്ത് ചെയ്യാനായിട്ടാ പറഞ്ഞത്, ക്രിയേറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാനാ പറഞ്ഞത്. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ 1.5 year മുമ്പായിരുന്നു. ആ സമയത്ത് ഞാനിവിടെ വരുന്ന സമയത്ത് എനിക്ക് അധികം ഓൺലൈനായിട്ട് എടുത്ത് ശീലം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഓഫ്ലൈൻ ആയിട്ടാണ് ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പം ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഒരു എടുത്തപ്പോ 2-3 പ്രാവശ്യമൊക്കെ എടുത്തിട്ടാണ് ഞാൻ പെർഫെക്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, വീഡിയോ ക്രിയേറ്റ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇന്റർവ്യൂ കോളൊക്കെ വന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ചില ഓർഗനൈസേഷൻ അങ്ങനെ ആയിരിക്കും, വീഡിയോ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറയും നമ്മളോട്, കുറച്ച് ടൈമിലത്തേക്കുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് അയക്കാൻ പറയാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പൊ എന്താ പറയാ, ഫേമസ് ആയിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ഇല്ലേ, ഏതാണ് സൈലം, അതേപോലെ ന്യൂട്ടൻസ് എന്നൊക്കെ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഇന്റർവ്യൂ ആണെങ്കിൽ ഇപ്പോ വീഡിയോസ് ആണ് ചോദിക്കാറ്. അത് ഓരോ ഓർഗനൈസേഷൻ അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. ഇതിപ്പോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കാൻഡിഡേറ്റ്സിന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അവരോട് പറയും ഇത്ര ടൈമിനുള്ളിൽ അതിന് ആൻസർ പറയുന്ന ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, സെൻഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ വീഡിയോ നമ്മൾ എന്ത് ചെയ്യും, സ്ക്രീൻ ചെയ്തിട്ട് അതിൽ ഏറ്റവും ആരാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൻസർ പറയുന്നത് അവരെ മാത്രം നമ്മൾ എന്ത് ചെയ്യും, ഇന്റർവ്യൂ ചെയ്യും. നോക്കാം. Last, the organization will receive the video tape. This technique speed up the screening process within the organization through it is very impersonal and rigid. നമുക്കത് impersonal ആണ്, rigid അല്ല, പെട്ടെന്ന് മാറണമെന്നില്ല, അത് ഒരു പ്രാവശ്യം റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. For example, a person who has neither played a sport, football in his life or her life will be automatically dismissed in the preliminary interview as he or she does not meet certain requirement of being a team member or of a sport team. Okay, maybe ഒരു ഫുട്ബോൾ ടീമിലെ മെമ്പർ ആവാൻ വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ചോദിക്കുകയാണ്, ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾ ഫുട്ബോൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് കളിക്കുന്നത് ഇഷ്ടമാണ്, അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പം അതിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളെ നമുക്ക് അപ്പൊ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, റിജക്ട് ചെയ്യാൻ പറ്റും. കാരണം അയാൾ എന്തൊരു കാരണവശാലും നമ്മുടെ ഫുട്ബോൾ ടീമിന് എന്തല്ല ആക്ട് അല്ല എന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കാം. കാരണം ആൾക്ക് സംസാരിക്കാനുള്ള ടൈം ഉണ്ടാവില്ല. സോ നമുക്ക് പെട്ടെന്ന് തന്നെ എന്താൻ പറ്റും, റിജക്ട് ചെയ്യാൻ പറ്റും. സെലക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിവിടെ കൂടുതലായിട്ട് ചെയ്യുന്നത് എന്താണ്, റിജക്ഷൻ ആണ്. ആദ്യത്തെ പാരഗ്രാഫ് പറഞ്ഞപ്പോഴും അൺക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യുന്നത് പറഞ്ഞു. രണ്ടാമത്തെ പാരഗ്രാഫ് പറയുമ്പോൾ അവിടെയും എന്താണ്, റിജക്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് സെലക്ഷനിൽ വരുന്നത്. അപ്പോ എന്താണ്, ഈ ഒരു ഇതിനെ കുറിച്ച് അറിയാത്തൊരു വ്യക്തിനെ ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അപ്പൊ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, റിജക്ട് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് പോയിന്റ് ആണ്, a preliminary interview should be someone who encourages confidence, sincerely interested in people and has reasonably reliable judgment when it comes to judging applicants. അത് നമ്മൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ നല്ല കോൺഫിഡൻസോട് കൂടിയാണ് കണ്ടക്ട് ചെയ്യുന്നത്. സിൻസിയർലി നമ്മൾ ഇൻട്രസ്റ്റഡ് ഇൻ പീപ്പിൾസ്, ഒരു വ്യക്തിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് കണ്ടക്ട് ചെയ്യും. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അവരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പാർട്ട് ഫ്രം ദീസ് ക്വാളിറ്റീസ്, ഈ ക്വാളിറ്റീസ് കൂടാതെ ദ ഇന്റർവ്യൂ ഷുഡ് ബി പൊളൈറ്റ്, നല്ല സ്നേഹത്തോടെ പൊളൈറ്റ് ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്കൊരു ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമ്മളൊക്കെ ടെൻഷനിലായിരിക്കും. അപ്പൊ നല്ലൊരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡിലാണെങ്കിൽ അദ്ദേഹം നമ്മളോട് പെരുമാറണമെങ്കിൽ നമുക്കൊരു ഹാപ്പിനെസ് ആയിട്ട് ഫീൽ ചെയ്യാം. ഓക്കെ, നമുക്ക് കറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഹി or she should not look impatient or impolite. ക്ഷമയില്ലാത്ത ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് നിൽക്കാൻ പാടില്ല, ഇംപൊളൈറ്റ് ആവാൻ പാടില്ല, പെട്ടെന്ന് എല്ലാവരും ഭയങ്കര ദേഷ്യത്തോടെ ഭയങ്കര ഇംപൊളൈറ്റ് ആയിട്ട് പെരുമാറാനൊന്നും പാടില്ല. ഓക്കെ, നമ്മൾ പ്രിലിമിനറി ഇന്റർവ്യൂവിന് ഓൾസോ നോൺ ആസ് എന്താണ്, കർട്ടസി ഇന്റർവ്യൂ കൂടി പറയുന്നുണ്ട്. ഇന്റർവ്യൂവിന്റെ ഒരു പേരാണ് എന്നുവെച്ചാൽ കുറച്ച് മര്യാദ എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ കുറച്ച് മര്യാദ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ നമ്മൾ ആ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിനെ റെസ്പെക്റ്റോട് കൂടി അദ്ദേഹവും ഒരു എന്താണ് ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു റെസ്പെക്റ്റോട് കൂടി തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പൊ പ്രിലിമിനറി ഇന്റർവ്യൂവിനെ പറയുന്ന മറ്റൊരു പേരാണ് കർട്ടസി ഇന്റർവ്യൂ. ഫോർ ദിസ് റീസൺ, അതുകൊണ്ടാണ് ഈ ഒരു റീസൺ ഉള്ളതുകൊണ്ടാണ്
ഇന്റർവ്യൂ ചെയ്യുന്ന ആള് നല്ല മര്യാദയോട് കൂടി നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഓപ്പൺ മൈൻഡ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രിലിമിനറി ഇന്റർവ്യൂ എന്നുള്ള 3 പാരഗ്രാഫ് വേഗം ഒന്ന് റീഡ് ചെയ്തേ. റീഡ് ചെയ്ത് കഴിഞ്ഞോ സഞ്ജന? എല്ലാവരും റീഡ് ചെയ്തു? ക്ലിയർ ആണോ? നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് വരാനുണ്ട്. ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ വിചാരിക്കും റെസ്യൂമെ എന്ന് വിചാരിക്കും. പക്ഷെ റെസ്യൂമെ അല്ല, റെസ്യൂമെ നമ്മൾ കൊടുക്കുന്നതാണ്. നമ്മളൊരു ജോബിന് വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇന്റർവ്യൂവിന് പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മളെ ഓർഗനൈസേഷന്റെ ഭാഗത്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ടാവും. നമ്മളത് ഡീറ്റെയിൽസും കാര്യങ്ങളും റെഫറൻസും എല്ലാ കാര്യങ്ങളും നമ്മളതിൽ ഫില്ല് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോമിൽ ലാസ്റ്റ് 2 കോഡ് ഉണ്ടാവും. ഒരു 2 ലൈൻ നമ്മള് ഈ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് എന്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി അറിവോടു കൂടിയുമാണ് ഞാൻ കൊടുക്കുന്നത്. ഇതില് ഒരു എന്താണ് അൺട്രൂ ആയിട്ടുള്ള ഒരു കാര്യവും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, സ്റ്റേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ടോ? ആപ്ലിക്കേഷൻ ഫോം മേ ബി കണ്ടെയ്ൻ സ്റ്റേറ്റ്മെന്റ് ഗിവൻ ഹയറിംഗ് നമ്മള് കറക്റ്റ് അങ്ങനെ ആയിരിക്കും. ഇൻഫർമേഷൻസ് ഒമിറ്റ് ചെയ്തിട്ടില്ല, ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും, സൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ഫോമാണ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പോയാലും ആ ഒരു ഓർഗനൈസേഷൻ നമുക്ക് എന്ത് തരുന്നതിനനുസരിച്ച് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഫോം കൂടി ഫില്ല് ചെയ്ത് തരാനായിട്ട് പറയും. ഓക്കെ, അപ്പൊ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. The application form or application blanks are used to gain basic details about the candidates. നമ്മൾ കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള ബേസിക് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ബ്ലാങ്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. It helps to identify the candidate's interested area that prove to be great helps in discussion during the interview. നമുക്ക് കാൻഡിഡേറ്റ്സിന് ഇൻട്രസ്റ്റഡ് ഏരിയാസ് നമുക്ക് മുൻകൂട്ടി അറിയാനായിട്ട് പറ്റും. മേബി ഒരു കോൾ ഉണ്ടാവും, ഇൻട്രസ്റ്റഡ് ഏരിയാസ്, ഹോബി, പാഷൻ കാര്യങ്ങളൊക്കെ ചോദിച്ചത്. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും, അതിനെ കുറിച്ച് നമുക്ക് ആ ഒരു ഇന്റർവ്യൂവിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും.
It is an effective way of conducting the candidate's previous information. നമ്മൾ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള പ്രീവിയസ് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബെസ്റ്റ് മെത്തേഡാണ് ആപ്ലിക്കേഷൻ ഫോം. It also helps to pass the candidates details to the management and other members of interview panel and also facilitate data storage for future use. അപ്പോൾ നമ്മൾ കാൻഡിഡേറ്റ്സിന് ഡീറ്റെയിൽസ് മാനേജ്മെന്റിന് പാസ് ചെയ്യാനും ഇന്റർവ്യൂ ബോർഡിന് പാസ് ചെയ്യാനും ഹെൽപ്പാണ്. അതേപോലെ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് ഭാവിയിലേക്ക് സൂക്ഷിച്ചു വെക്കേണ്ടതായിട്ട് വരും. ആ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനും നമുക്ക് എന്താണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് എന്ത് ആപ്ലിക്കേഷൻ ഫോം. Since the application blank is filled by the candidates in his own handwriting, സ്വന്തം ഹാൻഡ് റൈറ്റിംഗിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്തിരിക്കുന്നത്. It proved to be useful tool for analyzing his personality and suitable to the organization. അപ്പോൾ ഇതൊരു ടൂൾ ആയിട്ട് യൂസ് ചെയ്യാണ്, കാരണം അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി നോക്കാനും അതേപോലെ നമ്മുടെ ഓർഗനൈസേഷൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ എന്ന് ഉറപ്പുവരുത്താനും നമുക്ക് ആപ്ലിക്കേഷൻ ഫോം യൂസ് ചെയ്യും. ആപ്ലിക്കേഷൻ ഫോം either detailed or concise depending upon the preference of the organization. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൽ ഡീറ്റെയിൽഡ് ആയിട്ടും ഒരു സാക്ഷ്യപത്രം ഇല്ലേ, കൺഫസ് ഒക്കെ ആയിട്ടുള്ള രീതിയിൽ സാക്ഷ്യപത്രമായിട്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം കറക്റ്റ് ആണ് എന്ന് പറഞ്ഞ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, സൈൻ ചെയ്യുന്നുണ്ട്. The information required in this form may different based on the type of job and the organization. ഓരോ ഓർഗനൈസേഷനും ജോബ് അനുസരിച്ച് ആപ്ലിക്കേഷൻ ഫോമിന്റെ ഇൻഫർമേഷൻസിൽ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാലും കോമൺലി എല്ലാ ഓർഗനൈസേഷനും ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. നോക്കാം. According to the US National Industrial Conference Board publication, the main item of the information requested on application form, application plans. അപ്പോൾ ആപ്ലിക്കേഷൻ പ്ലാൻസിൽ ഉള്ള ഐറ്റംസ് എന്തൊക്കെയാണ്, മെയിൻ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെ ഉണ്ടാവും? നെയിം, അഡ്രസ്, ഏജ്, മാരിറ്റൽ സ്റ്റാറ്റസ്, മാരീഡ് ഓർ അൺമാരീഡ്, ആൻഡ് ഡിപ്പെൻഡന്റ്. നമ്മൾ എത്ര പേര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഫാമിലി മെമ്പേഴ്സ് ഓർ ചിൽഡ്രൻസ് ആണ്. സ്കൂളിംഗ്, നമ്മൾ എവിടെയാണ് പഠിച്ചത്. എക്സ്പീരിയൻസ്, നമുക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അതേപോലെ ഏത് ഓർഗനൈസേഷനിലാണ് എക്സ്പീരിയൻസ് ഉള്ളത്. ആൻഡ് റെഫറൻസ്, നമ്മൾ റെഫർ ചെയ്യുന്നത് ആരാണ്. ഇത്രയും കാര്യങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഫില്ല് ചെയ്ത് നമ്മൾ ഓർമ്മക്ക് കൊടുക്കാറുണ്ട്. ഇത് കൂടാതെ ഓർഗനൈസേഷൻസ് അനുസരിച്ച് മാറാറുണ്ട്. മേ ബി ഹോബീസ് ചോദിക്കും, സാലറി പാക്കേജ് ചോദിക്കും. അപ്പൊ അവർക്ക് സാലറി പാക്കേജ് നമ്മൾ ആ റേഞ്ച് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്, ആപ്ലിക്കേഷൻ ഫോമിൽ ഇൻക്ലൂഡഡ് ആണ്. പർപ്പസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പർപ്പസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം പ്രൊവൈഡ്സ് എ പ്രിസൈസ് ഫാക്ച്വൽ ഇൻഫർമേഷൻ. നമ്മൾ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും കൊടുക്കേണ്ടത്. വസ്തുതാപരമായിട്ടുള്ള ഇൻഫർമേഷൻസ് വേണം എന്തിൽ കൊടുക്കാനായിട്ട്, ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുക്കാനായിട്ട്. പ്രീ സ്ക്രീനിങ് job candidates is the main purpose of an application form. ഒരു ആപ്ലിക്കേഷൻ ഫോമിന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോബ് കാൻഡിഡേറ്റ്സിന് മുൻകൂട്ടി സ്ക്രീൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ത്രൂ ആപ്ലിക്കേഷൻ ഫോം the candidates contact information, educational background, reference, employment history are communicated to employer. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫോം വഴി കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള കോൺടാക്ട് ഇൻഫർമേഷൻ കിട്ടാണ്. അഡ്രസ്സും ഡീറ്റെയിൽസും ഫോൺ നമ്പർ, മെയിൽ ഐ ഡി, എല്ലാ കാര്യങ്ങളും ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അതുകൂടാതെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, അവർ എവിടെയാണ് പഠിച്ചത്, എന്താണ് ക്വാളിഫിക്കേഷൻ എന്നുള്ള ഡീറ്റെയിൽസ്. ദെൻ റെഫറൻസ്, അവർ റെഫർ ചെയ്തിരിക്കുന്ന വ്യക്തി. എംപ്ലോയ്മെന്റ് ഹിസ്റ്ററി, അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ള ഏതൊക്കെ സ്ഥാപനങ്ങളിൽ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്, എത്ര നാൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ മാക്സിമം നമ്മളവിടെ എത്ര നാള് സ്റ്റേബിൾ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നോക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി പെട്ടെന്ന് എംപ്ലോയർ മാറ്റാണെങ്കിൽ ആ എംപ്ലോയിക്ക് സ്ഥിരത ഇല്ലാന്ന് നമുക്ക് പെട്ടെന്ന് എംപ്ലോയർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസൈൻ ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഒരു 6 monthsന് ഗ്യാപ്പ് കൊടുക്കാതെ എന്ത് ചെയ്യാണ്, ജോബ് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ എംപ്ലോയിക്ക് അധികം സ്ഥിരത ഇല്ല എന്ന് നമുക്ക് തോന്നും. പക്ഷെ ഒരു സ്ഥലത്ത് ഒരു 3 years എക്സ്പീരിയൻസ് ഉണ്ട്, ദെൻ നെക്സ്റ്റ് സ്ഥലത്ത് ഒരു 2 years എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ കരിയർ ഗ്രോത്ത് ആണ് അവിടെ മനസ്സിലാക്കുന്നത്. ഓരോ ഇൻഫർമേഷൻസ് നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അക്യൂർ ചെയ്യുന്നുണ്ട്. ഈ എംപ്ലോയ്മെന്റ് ഹിസ്റ്ററിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അക്യൂർ ചെയ്യുന്നുണ്ട്. Application forms also provide various additional information to the employer, such as
ജോബ് റിലേറ്റഡ് സ്കിൽസ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോംസിൽ നമ്മൾ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസ്, സാലറി റിക്വയർമെന്റ്സ് ഓഫ് ദ ആപ്ലിക്കൻസ്, നമ്മുടെ സാലറി റിക്വയർമെന്റ് ഏത് സ്കെയിലാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്, വെദർ ദ ആപ്ലിക്കന്റ് ഈസ് അവൈലബിൾ ഫോർ ദ പാർട്ട് ടൈം ജോബ് ഓർ ഫുൾ ടൈം. നമ്മൾ ആപ്ലിക്കന്റ് പാർട്ട് ടൈം ജോബിനാണോ വന്നിരിക്കുന്നത്, ഫുൾ ടൈം ജോബ് ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആസ് വെൽ ആസ് അവേഴ്സ് ഓഫ് അവൈലബിലിറ്റി, എത്ര അവർ വർക്ക് ചെയ്യാനായിട്ട് ഓക്കെ ആണ്. മേ ബി എല്ലാവരും 8 hours ആയിരിക്കും, മേ ബി ചിലവര് ഓവർ ടൈം 10 hours ഒക്കെ വർക്ക് ചെയ്യുമെങ്കിൽ അതനുസരിച്ച് നമ്മൾ അത് എന്ത് ചെയ്യും, കോൾ ഫിൽ ചെയ്യും. ഇനി നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുക്കുന്നത് കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള പേഴ്സണൽ ഇൻഫർമേഷൻസ് അല്ലേ. അത് ഓർഗനൈസേഷൻ എന്ത് കാരണവശാലും ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല, മറ്റൊരാളായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അത് വയലേഷൻ ആണ്, മറ്റൊരാളായിട്ട് ഡിസ്ക്ലോസ് ചെയ്താൽ വയലേഷൻ ആണ്. ഓക്കെ, നോക്കാം. ടു പ്രൊവൈഡ് ലീഗൽ പ്രൊട്ടക്ഷൻ ടു ദ ആപ്ലിക്കൻസ്, നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യണം. Personal information and individual privacy has been protected by the law since the establishment of the Title 7 of the Civil Rights Act 1964. നമ്മൾ ആപ്ലിക്കേഷൻ ഫോർ ഇൻഫർമേഷൻ, പേഴ്സണൽ ഇൻഫർമേഷൻ, ഇൻഡിവിജ്വൽ പേഴ്സണൽ ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രൊട്ടക്ട് ചെയ്യാനുണ്ടായിട്ടുണ്ട്. അത് ഏത് ആക്ട് പ്രകാരമാണ്, സിവിൽ റൈറ്റ് ആക്ട് 1964 പ്രകാരമാണ്. നമ്മള് ആക്ട് പഠിക്കുമ്പോൾ അതെന്തായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്, അത് ഏത് വർഷമാണ് നടപ്പിലാക്കിയത് എന്ന് നോക്കി വെക്കണം, ഇയർ നോക്കി വെക്കണേ. It is not correct to use a application form that is more than a few years old. നമുക്ക് എപ്പോഴും ആപ്ലിക്കേഷൻ ഫോം ഫ്യൂ ഇയേഴ്സ്, പഴയ ആപ്ലിക്കേഷൻ ഫോംസ് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു, ആ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തത്. അന്ന് ചിലപ്പോ എന്റെ ഡിമാൻഡ് എന്ന് വിചാരിച്ചാൽ ഒരു 15,000 ആയിരിക്കും പെർ മന്ത്. ആ അനുസരിച്ച് സാലറി എക്സ്പെക്ടേഷൻ, മേ ബി ഞാൻ ഒരു 3 വർഷം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്റെ എക്സ്പെക്ടേഷൻ മാറില്ലേ, സാലറി എക്സ്പെക്ടേഷൻ മാറില്ലേ, കാരണം എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. സോ ആ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് എപ്പോഴും പറയാനായിട്ട് പറ്റില്ല. നിങ്ങൾ പറഞ്ഞ സാലറി സ്കെയിൽ 15 ആണ്, ഞാൻ അത് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് നമുക്ക് എംപ്ലോയർക്ക് എപ്പോഴും ഡിമാൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, questions that were asked 5 years ago are not legally accepted. 5 വർഷം മുമ്പ് ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ ലീഗലി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. 5 വർഷം ഗ്യാപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ട് ലീഗലി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. വെച്ചാൽ 5 വർഷം പഴക്കമുള്ള ആപ്ലിക്കേഷൻ ഫോംസിലെ ഇൻഫർമേഷൻസ്, പേഴ്സണൽ ഇൻഫർമേഷൻസ് അല്ല, അല്ലാത്ത ഇൻഫർമേഷൻസ് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. The Equal Employment Opportunity Commission, based on federal legislation, provide the guidance to the employer on what information can be requested from the candidates so as to avoid prejudice based on sex, race, religion, color, national origin, age, 40 or older, disability or genetic information. അപ്പോ നമ്മളെ ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ എംപ്ലോയിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും, പറ്റില്ല, എന്തൊക്കെ പറ്റും, എന്തൊക്കെ പറ്റില്ല, എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ വരുന്ന കാര്യങ്ങളാണ് സെക്സ്, റേസ്, റിലീജിയൻ, കളർ, നാഷണൽ ഒറിജിൻ. മനസ്സിലായി നിങ്ങൾ? ഡിസ്ക്രിമിനേഷന്റെ ബേസിൽ സെലക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കാസ്റ്റും റിലീജിയൻസും ഒന്നും ചോദിക്കാൻ പാടില്ല. അതേപോലെ ഡിസബിലിറ്റീസ് ഉണ്ടോ, ഒരു ജനറ്റിക് ഇൻഫർമേഷൻസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, ഈ ആപ്ലിക്കേഷൻ ഫോമിൽ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടില്ല. ഓക്കെ, പേഴ്സണൽ ഇൻഫർമേഷൻ ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുക്കുമ്പോൾ താഴെ പറയുന്ന ഇൻഫർമേഷൻസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. ഓക്കെ, 6 മേ ബി 6 റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പ്രശ്നമുള്ളൂ. മെയിൽ ഓർ ഫീമെയിൽ അത് ഓക്കെ ആണ്, അത് സാധാരണ എല്ലാ ആപ്ലിക്കേഷൻ ഫോമിൽ കാണാറുള്ളതാണ്. ഓക്കെ, ആ 2 പോയിന്റ് ഒന്ന് വായിച്ചേ. സോറി, 2 പോയിന്റ് അല്ല കേട്ടോ, ആപ്ലിക്കേഷൻ ഫോം മുതൽ ഫസ്റ്റ് 2 പോയിന്റ്സ് വരെ ഒന്ന് റീഡ് ചെയ്തേ.
റീഡ് ചെയ്ത് കഴിഞ്ഞോ? റീഡ് ചെയ്ത് കഴിഞ്ഞോ? ഞാൻ മെസ്സേജ് ഒന്നും കണ്ടില്ല, അതുകൊണ്ട് ഡൗട്ടായിട്ട് ചോദിച്ചു. Then നമ്മൾ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാണ്. ടു ഫെസിലിറ്റേറ്റ് എഫക്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ഇന്റർവ്യൂ. നമുക്ക് ആപ്ലിക്കേഷൻ ഫോംസ് നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമുക്കത് ഫിൽ ചെയ്ത് ആപ്ലിക്കൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, എഫക്റ്റീവ് ആയിട്ട് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ പറ്റും. For enabling the productive interview, the employer make the use of background information gathered with the help of the application form. നമുക്ക് എംപ്ലോയിനെ നല്ല രീതിയിൽ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഫോം വഴി എന്ത് ചെയ്ത് ഗ്യാദർ ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ഫ്രം ഹെൽപ്സ് ഇൻ പ്രൊവൈഡിങ് unfiltered version of the applicant's work history and experience to the employer. അപ്പൊ നമ്മൾ ആപ്ലിക്കൻസിന്റെ വർക്ക് ഹിസ്റ്ററി എന്ന് വെച്ചാൽ അൺഫിൽറ്റേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, മേ ബി നമ്മൾ ഇത്രയും ഹാർഡ് ആയിട്ടായിരിക്കും ചിലപ്പോൾ മുമ്പത്തെ എംപ്ലോയറുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഫിൽറ്റർ ചെയ്യാതെ നമുക്ക് ആ എംപ്ലോയറിനെ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനും ആപ്ലിക്കൻസിനെ റിജക്ട് ചെയ്യണം. നല്ല രീതിയിൽ വർക്ക് ചെയ്തിരുന്ന എംപ്ലോയി ആണെങ്കിൽ ഓർഗനൈസേഷൻ ഓട്ടോമാറ്റിക്കലി എന്ത് പറയുള്ളൂ, നല്ലൊരു എംപ്ലോയി ആണ്, എന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തതിൽ വെച്ചേക്കും നല്ലൊരു എംപ്ലോയി ആണ് ഇന്ന ആള് എന്നല്ലേ പറയുള്ളൂ. ഇനി ആള് മോശം ക്യാരക്ടർ ആണെങ്കിൽ അതും എംപ്ലോയർ എന്ത് ചെയ്യും, കോണ്ടാക്ട് ചെയ്യും. അപ്പോ the application form helps in providing unfiltered version of applicant's work history and experience to the employer. Application form are used to gather such information as it's easy for the candidates to be exactly the resume. നമ്മളുടെ റെസ്യൂമെ അതിശക്തി ചില കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. Application form ensure that everyone is equal footing as all the applicants are asked about the same information. നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുക്കുമ്പോൾ നമ്മൾ കാൻഡിഡേറ്റ്സിന്റെ അടുത്ത് എല്ലാവർക്കും സെയിം ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നത്. സോ നമ്മൾ കളക്ട് ചെയ്യുന്നതും സെയിം ആപ്ലിക്കേഷൻ ഇൻഫർമേഷൻസ് ആണ് ഓരോ കാൻഡിഡേറ്റ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ഫോംസ് ആർ used by the employer in order to rapidly identify the problems like job hopping, criminal history, ineligibility to work in a country. നമ്മുടെ ജോബിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ അല്ലയോ, ഇനി നമ്മുടെ ആപ്ലിക്കൻസിന് എന്തെങ്കിലും ക്രിമിനൽ ക്യാരക്ടർ ഉണ്ടോ, ഹിസ്റ്ററി ഉണ്ടോ, അതേപോലെ അദ്ദേഹത്തിന്റെ ബുദ്ധി എങ്ങനെയാണ്, വർക്ക് ചെയ്യുന്നതിലെ ഇന്റലിജൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ക്രിമിനൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷനെ വിളിച്ച് ചോദിക്കും, ഇന്ന ആൾ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, ആളെങ്ങനെയുണ്ട്, ആള് ഇപ്പൊ മോശം ക്രിമിനൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ആൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് നമ്മളോട് അവർ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദെൻ ഫോർത്ത് എന്താണ് പർപ്പസ് ആണ്, വെരിഫിക്കേഷൻ ആണ്. ഓക്കെ, an employment application form different from the resume. നമുക്കറിയാലോ റെസ്യൂമെ പോലെയല്ല, റെസ്യൂമെ എന്ന് വെച്ചാൽ നമ്മൾ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ആണ്. പക്ഷേ എംപ്ലോയ്മെന്റ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. ഓക്കെ, an employment application form different from the resume as it's a legal document signed by the applicant to certify that true and correct information provided by them. അപ്പോ ഏറ്റവും അവസാനം ആപ്ലിക്കേഷൻ ഫോമിന്റെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, എംപ്ലോയ്മെന്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ്, ഞാൻ
എന്താ പറയാ, എന്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയുമാണ്, ഇൻഫർമേഷൻസ് ഒക്കെ കറക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻഫർമേഷൻ സൈൻ ചെയ്ത് കൊടുക്കും. ആപ്ലിക്കേഷൻ ഫോമിൽ ലാസ്റ്റ് ആയിട്ട് സൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. എ പാരഗ്രാഫ് ഓൺ മോസ്റ്റ് ആപ്ലിക്കേഷൻ ഫോം പ്രൊവൈഡ് എ വാർണിംഗ് ദാറ്റ്, എല്ലാ ആപ്ലിക്കേഷൻ ഫോമിലും ഒരു അവസാനത്തെ ലൈൻ ഉണ്ടാവാറുണ്ട്, വാർണിംഗ് ദാറ്റ് omission or false information on the form may result the application being rejected or the employee being fired. നമ്മൾ ഈ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസിൽ എന്തെങ്കിലും ഒമിഷൻസോ എന്തെങ്കിലും ഫോൾസോ തെറ്റോ ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാനും എംപ്ലോയിനെ ഫയർ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്, എംപ്ലോയർക്ക് ഉണ്ട് എന്നൊരു ലാസ്റ്റ് ലൈൻ എല്ലാ ആപ്ലിക്കേഷൻ ഫോംസിലും കാണാറുണ്ട്. അപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ട്രൂ ആൻഡ് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഇൻ അഡീഷൻ, application form may be contain statement giving hiring employer permission for examining the documents, conducting background or credit check, and examining the contact reference and the previous employer. നമ്മൾ കൂടാതെ ആപ്ലിക്കേഷൻ ഫോമിൽ വേറൊരു കാര്യം കൂടി പറയാറുണ്ട്, എംപ്ലോയറിന് പെർമിഷൻ എന്റെ ഇൻഫർമേഷൻസ് ഒക്കെ വെച്ച് ചെക്ക് ചെയ്യാനും അതേപോലെ എന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാനും ക്രെഡിറ്റ് ചെക്ക് ചെയ്യാനും, ബാങ്കില് ക്രെഡിറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും അതേപോലെ റെഫറൻസ് ചെക്ക് ചെയ്യാനും എനിക്ക് പൂർണ്ണ സമ്മതമാണ് എന്ന് കൂടി ആര് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, എംപ്ലോയി അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് സൈൻ ചെയ്യുന്നുണ്ട്. ഈ ഇൻഫർമേഷൻസ് ഒക്കെ വെരിഫൈ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്, ഓർഗനൈസേഷനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കും. അതാണ് വെരിഫിക്കേഷൻ വരുന്നത്. ഫസ്റ്റ് പറഞ്ഞത് നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആൻഡ് എഫക്റ്റീവ് ആയിട്ട് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ ഈ ആപ്ലിക്കേഷൻ ഫോംസിലുള്ള ഇൻഫർമേഷൻസ് യൂസ് ചെയ്യാം. ദെൻ ഈ ഇൻഫർമേഷൻസ് നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള ഒരു അധികാരം കൂടി ഉണ്ട്. അതേപോലെ തന്നെ ഇതൊരു ലീഗൽ ഡോക്യുമെന്റ് ആണ്, റെസ്യൂമെ പോലത്തെ ഒരു ഡോക്യുമെന്റ് അല്ല ആപ്ലിക്കേഷൻ ഫോം. ആപ്ലിക്കേഷൻ ഫോം ഇസ് എ ലീഗൽ ഡോക്യുമെന്റ്. അത് നമ്മൾ സൈൻ ചെയ്യുന്നുണ്ട്, ഞാൻ പ്രൊവൈഡ് ചെയ്ത ഇൻഫർമേഷൻസ് ട്രൂവും കറക്റ്റും ആണ്, ഫുൾ ഓഫ് മൈ എന്താ പറയാ, ഞാൻ പ്രൊവൈഡ് ചെയ്ത എല്ലാ ഇൻഫർമേഷൻ കറക്റ്റ് ആണ്, എന്റെ എല്ലാ നോളജും അറിവോട് കൂടിയുമാണ് ഈ ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഓർഗനൈസേഷന് വേണമെങ്കിൽ ഈ ഇൻഫർമേഷൻസ് ചെക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സൈൻ കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് റീഡ് ചെയ്ത ലാസ്റ്റ് 2 പോയിന്റ്.
ഓക്കെ, എല്ലാവരും വായിച്ചു നോക്കിയോ? പർപ്പസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം മനസ്സിലായോ? ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ ഫോം യൂസ് ചെയ്യുന്നത്. ഒരു എന്താ പറയാ, പ്രൊവൈഡ് പ്രിസൈസ് ആൻഡ് ഫാക്ച്വൽ ഇൻഫർമേഷൻസ്, കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആപ്ലിക്കേഷൻ ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ ആണ് ടു ദ ആപ്ലിക്കൻസിന് വേണ്ടി ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഒക്കെ പേഴ്സണൽ ഇൻഫർമേഷൻ ആണല്ലോ. അതുകൊണ്ട് നമുക്ക് ആപ്ലിക്കൻസ് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഫെസിലിറ്റേറ്റ് എഫക്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ഇന്റർവ്യൂ, നല്ല രീതിയിൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ വെരിഫിക്കേഷൻ ആണ്, ചെക്ക് ചെയ്യാനായിട്ട് മാർക്കുണ്ട്, നമ്മുടെ ഓർഗനൈസേഷൻ ഉണ്ട് എന്നാണ് ഇത് പ്രൊവൈഡ് കൊടുക്കുന്നത്. ദെൻ കണ്ടന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫോംസ് ആണ്. ആപ്ലിക്കേഷൻ ഫോംസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യാറ് എന്നുള്ളതാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകാം, എടുക്കുന്നില്ല. പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ്, നമ്മൾ ആ വ്യക്തിനെ കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് ഇൻക്ലൂഡഡ് ഉണ്ടാവും ആപ്ലിക്കേഷൻ ഫോമിൽ. എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. വർക്ക് എക്സ്പീരിയൻസ്, നമ്മൾ മുമ്പ് എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴത്തെ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന കറന്റ് സാലറി എത്രയാണ്, അതേപോലെ എത്ര രൂപയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ എത്തുന്നത്. പേഴ്സണൽ ഐറ്റംസ്, നമ്മുടെ ഹോബീസ്, അതേപോലെ എവിടെയെങ്കിലും മെമ്പർഷിപ്പ് ഉണ്ടോ, സ്പോർട്സിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ. ലാസ്റ്റ് റെഫറൻസും കൂടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ആപ്ലിക്കേഷൻ ഫോമിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടന്റും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എടുക്കാം. ടൈം ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഭയങ്കര ഹറിയപ്പ് ആയി പോകും. ആ കണ്ടന്റും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കണ്ടന്റിലേക്ക് പോവാത്തത്. അപ്പോൾ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നന്നായിട്ട് വായിക്കുക, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. മോക്ക് ടെസ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ കയറുമ്പോൾ ചോദിക്കാം. അപ്പോൾ താങ്ക് യു ഓൾ.